ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് കഴിഞ്ഞ കുറെ നേരമായിട്ട് ഒരു ശാന്തകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ഒന്നും അല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ഈ കിച്ചൺ ടീം ശരിയല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ക്യാപ്റ്റൻസ് ആയിട്ടുള്ളവർ വേറെ 3 പേരെ കിച്ചൺ ടീമിലേക്ക് ഏർപ്പാടാക്കേണ്ടതായിരുന്നു. അതിന് പകരം അവര് കിച്ചണിലേക്ക് കയറി അവരുടെ ഭരണമായതുകൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങളും അവരിങ്ങനെ പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ക്യാപ്റ്റൻ ഡ്യൂട്ടിയെ ശരിയല്ല, കൂടുതൽ കിച്ചൺ ഡ്യൂട്ടിയും ശരിയല്ല എന്നുള്ള പരാതികളാണ് മുഴുവനും. അപ്പൊ അവര് മുട്ടയെടുക്കാനായിട്ട് സമ്മതിച്ചു നൂറെ, അതൊക്കെ ഒരു പ്രശ്നമായി. അനീഷും ഇവരും തമ്മിൽ ഫൈറ്റായി. പിന്നെ അനീഷ് ബാത്റൂം ഡ്യൂട്ടി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അക്ബറും ആര്യനും അനീഷുമായിട്ട് തർക്കിക്കുന്നു. അത് അനീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും ആര്യം പറയുന്നു ഡ്രാമ കളിക്കല്ലേ, പോയി ചെയ്യാന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലായിരുന്നു. എന്നിട്ട് ഇപ്പം ലൈവിൽ ഒരു വമ്പൻ അടി ഇപ്പൊ പൊട്ടിയിരിക്കുകയാണ് നൂറയും പിന്നെ അക്ബറും ഒക്കെ തമ്മിൽ. ഡ്യൂട്ടി ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം ഞങ്ങൾ തരുവുള്ളൂ. ഫ്ലോർ ഡ്യൂട്ടി ഇന്ന് ചെയ്യണം, ഇപ്പൊ തന്നെ ചെയ്യണം, അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് തരാം എന്നാണ് അക്ബർ പറയുന്നത് കേട്ടോ. ഇതൊക്കെ എവിടുത്തെ എന്ത് റൂളാണെന്ന് ഓർത്തോണേ. അടിമപ്പണി എടുപ്പിക്കാൻ വേണ്ടിയാണോ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇത് അടിമപ്പണി എടുപ്പിക്കുന്ന ഷോ ഒന്നും അല്ല. നാളെ ചെയ്യാമെന്ന് നൂറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ ചെയ്യും. ഈ ഒരു കുബുദ്ധി ഉണ്ടല്ലോ, ശരിക്കും അക്ബറിന്റെ കുബുദ്ധി അല്ല, നെവിന്റെ കുബുദ്ധിയാണ്. നെവിൻ ഓതിക്കൊടുത്ത ആ ഒരു സംഭവമാണ്. നെവിൻ കുറച്ചു നേരം മുമ്പ് ലൈവിനകത്ത് പറയുന്നത് കേട്ടിരുന്നു. ഇന്ന് ഡ്യൂട്ടി ചെയ്യാതെ ഒരുത്തനും ഭക്ഷണം കൊടുക്കില്ല, ഡ്യൂട്ടി ചെയ്യാത്ത ആർക്കും ഭക്ഷണം കൊടുക്കില്ല എന്നാണ് നെവിൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് അക്ബർ ഈ ഫൈറ്റ് ചെയ്യുന്നത് നൂറയുടെ അടുത്ത്. എന്നിട്ട് നെവിൻ മിണ്ടാതിരിക്കുകയാണ്. ഫുഡ് നിഷേധിക്കാനൊന്നും ആർക്കും അധികാരമില്ല. ഇത് തന്നെയാണ് അനീഷും പറയുന്നത്. മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കളിയാണ് അക്ബർ കളിക്കുന്നതെന്ന് അനീഷ് അപ്പൊ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരാളുടെയും ഫുഡ് നിഷേധിക്കാനുള്ള, ഭക്ഷണം നിഷേധിക്കാനുള്ള അധികാരം ആർക്കുമില്ല. അപ്പൊ അക്ബർ അത് നിഷേധിച്ചിട്ടാണ് നൂറയ്ക്കെതിരെ കളിക്കുന്നത്. അപ്പൊ നൂറ ഇതിനകത്ത് എടുത്തേക്കുന്ന നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഫുഡ് തരണ്ട, എനിക്ക് നിങ്ങൾ തന്ന ഫുഡ് എനിക്ക് വേണ്ട, ഞാൻ ഡ്യൂട്ടി നാളെ ചെയ്യും, മറ്റന്നാൾ ചെയ്യും, ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ഞാൻ കഴിച്ചോളാം, ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കി ഞാൻ കഴിച്ചോളാം എന്നാണ് നൂറ പറയുന്നത്. ഫുഡ് എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിന്. അത് നൂറയുടെ നിലപാട് തന്നെയാണ് ശരി. ഈ അക്ബറും നെവിനും ആര്യനും തോന്നിവാസത്തിനാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 2-3 ദിവസമായിട്ട്. ഇന്നലെയൊക്കെ ശരിക്കും തോന്നിവാസം തന്നെയായിരുന്നു. ഇന്നാണ് ഇവർ പ്രതികരിക്കാനായിട്ട് തുടങ്ങിയത്. രാവിലെ തുടങ്ങി നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഇന്നലെ ഒന്നും പ്രതികരിക്കാതിരുന്നത് എന്തായിരുന്നു എന്നാണ് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നല്ലപോലെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ തോന്നിവാസങ്ങൾക്കെതിരെ ഈ രീതിയിൽ തന്നെ വേണം പ്രതികരിക്കാനായിട്ട്. എന്തോ ഒരു ധാർഷ്ട്യമാണ് ഇവർക്ക്. ക്യാപ്റ്റൻസ് ആയ സ്ഥിതിക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെ അധികാരം അടിച്ചേൽപ്പിക്കാം എന്നുള്ള ആ ഒരു മുൻധാരണയിലാണ്. കഴിഞ്ഞ സീസണിലെ ആ ഒരു പവർ ഹൗസ് സെറ്റപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ അതേപോലത്തെ അവസ്ഥ. ശരിക്കും ഇപ്പോഴത്തെ ലൈവ് കാണുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ ലൈവ് ഓർമ്മ വരികയാണ്. ആ ലെവല് ഒരു എന്താ പറയുക, പവർ എന്തോ ബിഗ് ബോസ് എന്തോ സ്പെഷ്യൽ പവർ ഇവർക്ക് കൊടുത്തിട്ടുള്ളത് പോലെയാണ് ഇവർ പെരുമാറുന്നത്. മറ്റേ കിരീടവും ചെങ്കോലും ഒക്കെ കൊടുത്തിട്ടുള്ള പവർ ഹൗസ് ആണെന്നുള്ള രീതിയിലാണ്, പവർ ടീം ആണെന്നുള്ള പോലെയാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെരുമാറേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വേറെ റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരും സാധാരണ മത്സരാർത്ഥികൾ തന്നെയാണ്. ഈ ആഴ്ച ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇവരെ 3 പേരെയും പിടിച്ച് ക്യാപ്റ്റൻസ് ആക്കി എന്നുള്ളൊരൊറ്റ തെറ്റേ ബിഗ് ബോസ് ചെയ്തിട്ടുള്ളൂ. അല്ല, ശരിക്കും ഒരു വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡ്യൂട്ടി ഏതാണ്? ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഡ്യൂട്ടി ആണോ, അതോ ഫ്ലോർ ക്ലീനിങ് ഡ്യൂട്ടി ആണോ? ഭക്ഷണം ഉണ്ടാക്കിയ സമയത്തിന് കൊടുത്താലേ ഈ ഫ്ലോർ ക്ലീൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു എനർജി കിട്ടത്തുള്ളൂ. ടാസ്കും ചെയ്യണം ഈ കൂട്ടത്തിൽ. ഇവർക്ക് ടാസ്കും ചെയ്യണം ഇവരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ നൂറ് ഇന്ന് അത്രയും ടാസ്ക് ചെയ്ത് രണ്ടാമത് വന്നതാണ്. അപ്പൊ ആ ഒരു എനർജിയും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ നഷ്ടമായിട്ടുണ്ടാവും. പക്ഷെ നൂറ് അത് ആ ഒരു കാരണം കൊണ്ടാണ് ഫ്ലോർ ക്ലീനിങ് ഡ്യൂട്ടി ചെയ്യാതിരുന്നത്. ഇവരുടെ കാര്യം എടുത്ത് ഇവരുടെയും കേസിൽ പറയാനുണ്ട്. ഇവരും ടാസ്ക് ചെയ്തവര് തന്നെയാണ്. പക്ഷെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഒരു വഴക്ക് നടന്നിരിക്കുന്നത് ലൈവിനകത്ത്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നൂറയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്ന് നമ്മൾ പറയേണ്ടി വരും കേട്ടോ. കാരണം ഇവരായിട്ട് ആരും കൊടുത്തിട്ടില്ല. ക്യാപ്റ്റൻസ് കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുക്കണമെന്ന് അവിടെ ആരും പറഞ്ഞിട്ടില്ല. ക്യാപ്റ്റൻസ് തന്നെ ഏറ്റെടുത്തൊരു പുലിവാലാണ്. അപ്പോൾ ഇത് ഇവരനുഭവിച്ചോട്ടെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ലൈവിൽ ഇപ്പോഴും വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോയി കണ്ടിട്ട് വരാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.